തണുപ്പുണ്ട് കേട്ടോ. എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. എൻ്റെ നാവിൽ ആ ഒരു സ്ഫുടതയൊന്നും കിട്ടുന്നില്ല. നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്കാണ്. ഇതൊരു കുഞ്ഞ് ഇടുക്ക് വഴിയാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി നമുക്ക് ഒരു കാറ് കഷ്ടിയേ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിന് ചുറ്റും നല്ല ഭംഗിയാണ്. ഭയങ്കര ഗ്രാമീണ ഭംഗി നിറഞ്ഞിരിക്കുന്ന വഴിയാണ്. ഹലോ ഗൈസ്, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ്, ഒരു വീക്കെൻഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുഞ്ഞുവാവയായിട്ട് ഹസ്ബൻഡും ഞാനുമായിട്ട് വൈകുന്നേരം ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാലാവസ്ഥ ഇന്ന് വലിയ കുഴപ്പമില്ല. അത്യാവശ്യം മഴയുടെ സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല. പക്ഷെ ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ പോകുമ്പോൾ ഓക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവനുമായിട്ട് ഇങ്ങനെ നടക്കാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ? ഹസ്ബൻഡ് ഇതേ വാവയുടെ സ്റ്റോളർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ സ്റ്റോളറിലാണ് വാവനെ കൊണ്ടുപോകുന്നത്. കാരണം എടുത്തുകൊണ്ട് പോകുന്ന അത്ര പോസിബിൾ അല്ല, കുറച്ചധികം ദൂരം നടക്കാനുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഒത്തിരി ടയേർഡാകും. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ആദ്യമായിട്ടാണ് വാവേനെ കൊണ്ട് ഇങ്ങനെ നടക്കാൻ ഇറങ്ങുന്നത്. നമ്മൾ മിക്കപ്പോഴും പ്ലാൻ ചെയ്യാറുണ്ട് ഇങ്ങനെ വൈകുന്നേരം ഇറങ്ങാമെന്നൊക്കെ. പക്ഷേ എപ്പോൾ പ്ലാൻ ചെയ്താലും അപ്പോഴൊക്കെ കാലാവസ്ഥ നമ്മളെ ചതിക്കും. പക്ഷേ ഇന്ന് എന്തായാലും നല്ല കാലാവസ്ഥയാണ് കേട്ടോ. വാവതേ സ്ട്രോളറിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ടിട്ട് കിടക്കുവാണ്. നമ്മുടെ മൈൻഡ് ഔട്ട് ആകുമ്പോൾ ശരിക്കും ചില്ല് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് പ്രകൃതിയിലോട്ട് ചുമ്മാ നടക്കാൻ ഇറങ്ങുന്നത്. ഇവിടെ ആണെങ്കിൽ ചുറ്റും ഭയങ്കര പച്ചപ്പും അതുപോലെ തന്നെ ഹരിതാപവും ഒക്കെയാണ്. നല്ല രസമാണ്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലും മൈൻഡിൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടെങ്കിൽ പോലും അത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയി പോകും. ഇവിടെ ചുറ്റിലും കുറ്റിക്കാടാണ് കേട്ടോ, കണ്ടില്ലേ? അവിടെ ആരെങ്കിലും പാത്തിരുന്നാൽ പോലും ആരും അറിയത്തില്ല. പക്ഷേ നല്ല ഭംഗിയാണ് നമുക്കിവിടെ കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ പോകാനായിട്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരം ചുറ്റിലിങ്ങനെ നടക്കാനുണ്ട്. നമ്മളങ്ങനെ നടന്ന് എൻജോയ് ചെയ്ത് പോകുമ്പോഴാണ് വഴിയിൽ കുറച്ച് ആൾക്കാരെ കാണുന്നത്. വേറെ ആരുമല്ല, കുറേ കുതിരകളാണ്. പക്ഷേ എൻ്റെ ക്യാമറയിൽ അതൊന്നും ഷൂട്ടായില്ല. ഐ ആം എക്സ്ട്രീംലി സോറി ഗൈസ്. എൻ്റെ ഹൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഷൂട്ടായെന്നുള്ളത്. അത് കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോഴാണ് ആ ഒരു ക്ലിപ്പിൽ കുതിരകളൊന്നും ക്യാപ്ചർ ആയിട്ടുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റുമല്ലോ. സാരമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം റെഡിയാക്കി എടുക്കാം. ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. ക്ലൈമറ്റ് ആണെങ്കിൽ ഒരു ശോകമുഖതയാണ്. ആക്ച്വലി വെയിലൊന്നുമില്ല, ചെറുതായിട്ടിങ്ങനെ മഴ പൊടിക്കുന്നുണ്ട്. എൻ്റെ നാവൊക്കെ കുഴഞ്ഞു പോകുന്നുണ്ട്. എൻ്റെ മൂക്ക് കണ്ടോ ചുമന്നിരിക്കുവാണ്. തണുപ്പ് നന്നായിട്ടുണ്ട്. നമ്മുടെ വീട് ആക്ച്വലി ഉള്ളത് ഒരു ഗ്രാമപ്രദേശത്താണ്. സിറ്റിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെയായിരുന്നു ഒരു ഡ്രീം ഉണ്ടായിരുന്നത്. അതായത് സിറ്റിയുടെ തിരക്കുകളും അല്ലെങ്കിൽ ടൗണിൻ്റെ തിരക്കുകളൊക്കെ മാറിയിട്ട് പ്രകൃതിയായിട്ട് നന്നായിട്ട് ഇഴുകി ചേർന്നൊരു സ്ഥലമായിരിക്കണം എന്നതായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. പക്ഷെ ദൈവമെല്ലാം അതൊക്കെ അനുസരിച്ച് തന്നെ നമുക്ക് ക്രമീകരിച്ച് തന്നു. ദൈവത്തിന് ഒരുപാട് നന്ദി. നമ്മുടെ വീടിൻ്റെ വ്ലോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം, നിങ്ങൾക്ക് കണ്ടു നോക്കാം. നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കത്തില്ലെന്ന് ചിന്തിച്ചാൽ പോലും ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ എല്ലാം ക്രമീകരിക്കുന്നുള്ളതിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കുറെ കൂടി ബ്യൂട്ടിഫുൾ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിതെല്ലാം പറയുന്നത്. സോ നമുക്ക് ആദ്യം വേണ്ടത് പൂർണ്ണമായിട്ടുള്ള ട്രസ്റ്റാണ് ദൈവത്തോട്. നമ്മളിപ്പോൾ മെയിൻ റോഡിലോട്ട് കയറിയേക്കുവാണ്. എൻ്റെ നാവ് ഞാൻ പറഞ്ഞില്ലേ കുഴഞ്ഞു പോകുന്നുണ്ട്. സോ നമ്മൾ ഇടവഴിയിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. എൻ്റെ നാവിൽ ആ ഒരു സ്ഫുടതയൊന്നും കിട്ടുന്നില്ല. പറയുന്നതൊക്കെ തെറ്റി പോവുകയാണ്. ഈ കാണുന്ന വീട് കണ്ട ഗൈസ്, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അത്യാവശ്യം സ്ഥലം കൂടിയുള്ള വീടാണ്, കണ്ടില്ലേ? നമ്മൾ നടന്ന് കുറച്ചധികം ദൂരം പിന്നിട്ടിട്ടുണ്ട്. നമുക്കിവിടെ അടുത്താണെങ്കിൽ ഒരു സ്കൂൾ ഉണ്ടെന്ന് അറിഞ്ഞു. പോകുന്ന വഴി കാണുന്നുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം. ഭാവിയിൽ വാവ വലുതായി കഴിയുമ്പോൾ പഠിക്കാൻ പോകുന്ന സ്കൂളായിരിക്കും അത്. ഇതാണ് കേട്ടോ ആ സ്കൂള്. വലിയ സ്കൂളൊന്നുമല്ല, ഒരു കുട്ടി സ്കൂളാണ്. ഒത്തിരി സ്ട്രെങ്ത് ഒന്നും ഇല്ല ക്ലാസ്സിന്. വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ വളരെ കുറവാണ്. ഇതുവരെ നല്ല പീസ്ഫുൾ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഒരു വാക്കിംഗ് ജേണി. പക്ഷേ നന്നായിട്ടൊന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ അവസ്ഥയൊക്കെ മാറും. ആകെപ്പാടെ ശോകമൂകമാകും. ഇപ്പൊ തന്നെ കാലാവസ്ഥ ചെറുതായിട്ട് ഇരുണ്ടൊക്കെ മൂടി നമ്മൾ നോക്കി കോഷ്ടി കാണിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്ത് തരാനുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വ്ളോഗ് കുറച്ചുകൂടെ കളറാക്കായിരുന്നു. അപ്പോഴാണ് ഒരു അസിസ്റ്റന്റിന്റെ ആവശ്യം എനിക്ക് ശരിക്കും തോന്നിയത്. സാരമില്ല, നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് ഇമ്പ്രൂവ് ആക്കുന്നത്. ഇത്രയും നാള് നമ്മൾ ഒറ്റയ്ക്കാണല്ലോ വഴിവിട്ട് വന്നത്. ഷൂട്ടിംഗ്, എഡിറ്റിംഗ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. എന്തായാലും ഞാൻ കുറച്ചൊക്കെ പ്രൗഡാണ് കേട്ടോ ആ ഒരു കാര്യത്തിൽ.
ആരും സഹായിക്കാനില്ലെങ്കിലും ദൈവം കൂടെ ഉള്ളത് കൊണ്ട് സർവൈവ് ചെയ്യും എന്നൊരു വലിയ കോൺഫിഡൻസ് എനിക്കുണ്ട് കേട്ടോ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ പുസ്തകങ്ങളുടെയൊക്കെ പുറകിൽ നല്ല സീനറി ഉള്ള കുറേ പിക്ചേഴ്സ് കാണാൻ പറ്റത്തില്ലേ? ആക്ച്വലി എനിക്ക് തോന്നാറുള്ളത് ഇവിടെ പുറത്തിറങ്ങി നോക്കുമ്പോൾ അതൊക്കെ പോലെയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വിൻ്റർ ടൈം കഴിഞ്ഞ് സമ്മറിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. സമ്മറൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. കുറേ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ യാത്ര ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്കാണ്. ഇതൊരു കുഞ്ഞ് ഇടുക്ക് വഴിയാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി നമുക്ക് ഒരു കാറ് കഷ്ടിയേ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിന് ചുറ്റും നല്ല ഭംഗിയാണ്. ഭയങ്കര ഗ്രാമീണ ഭംഗി നിറഞ്ഞിരിക്കുന്ന വഴിയാണ്. ഇവിടെ അടുത്താണെങ്കിൽ ഒരു തടാകമുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലേക്കുള്ള വഴികളിലാണെങ്കിൽ പോലും വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നല്ല സ്ഥലങ്ങളുള്ള വീടുകളാണ് കേട്ടോ ഭൂരിഭാഗവും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കുറ്റിക്കാട് പോലെയാണ് കിടക്കുന്നത്. പക്ഷേ എന്താ പറയാ, ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞ തടാകം ഇവിടെയാണ്. ഇതാണ് ആ തടാകം. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഈ തടാകം ആക്ച്വലി പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് കേട്ടോ. നമുക്ക് അടുത്തോട്ട് പോയിട്ട് ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഓൺ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഒരു ദിവസം വീഡിയോ അടുത്ത് പോയി എടുത്തിട്ട് കാണിച്ചു തരാവേ. ഇനി അധികം ദൂരമൊന്നും ഇല്ല നമ്മൾ വീട്ടിലെത്താനായിട്ട്, കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ കഥയിൽ ട്വിസ്റ്റ് ഉണ്ടായത്. അവിടെ കുറേ പട്ടികളുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാം കൂടെ എന്നെ കണ്ടപ്പോൾ ഓടി വന്നു. ഈ കാണുന്ന ബ്രൗൺ പട്ടിയില്ലേ, എന്നെ കണ്ടിട്ട് വിടുന്നില്ല. എന്താ കാര്യമൊന്നും അറിയത്തില്ല. ഹസ്ബൻഡിന്റെ കുഞ്ഞിൻ്റെ അടുത്തിട്ട് അധികം പോയില്ല, എൻ്റെ അടുത്തായിരുന്നു കൂടുതലും. അത് മാത്രമല്ല നന്നായിട്ട് കുരയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും പേടിയായിപ്പോയി, ഇനി എങ്ങനെ കടിക്കുമോ എന്നുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന അറിയത്തില്ല, ഇവിടെ പട്ടി കടിച്ചാലോ അല്ലെങ്കിൽ പട്ടി ഉപദ്രവിച്ചാലോ നമുക്ക് പെനാൾട്ടീസ് കിട്ടും ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന്. പട്ടിയെ ഓൺ ചെയ്യുന്നവരാരാണോ അവർ ഫൈൻ കൊടുക്കണം. ഇവിടുത്തെ പട്ടികൾക്കൊക്കെ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാർ വഴി നമുക്കതൊക്കെ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമേ. ഒരു ഇൻസിഡന്റ് പറയാം. 2022 ഒരു 12 വയസ്സുള്ള പയ്യൻ ഇവിടുത്തെ ഒരു പിച്ചിൽ കളിച്ചോണ്ടിരിക്കുവായിരുന്നു, ഹേളി എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം. അപ്പോഴത്തേക്ക് ഒരു പട്ടി ഓടി വന്ന് അവനെ കടിച്ചു. അവൻ്റെ കാലിലാണ് കടിച്ചത്. അതിന്റെ ഫലമായിട്ട് അവനാണെങ്കിൽ ക്ലെയിം കിട്ടിയിട്ടുണ്ടായിരുന്നു. 95,000 യൂറോസാണ് ഗവൺമെന്റ് കൊടുത്തത്. അതായത് നമ്മുടെ നാട്ടിൽ 95 lakhs അത്രയും വരും. അതുപോലെ തന്നെ 2021 ഇതുപോലൊരു ഇൻസിഡന്റ് ഉണ്ടായി. ഒരു പുള്ളിക്കാരുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയപ്പോൾ അവരുടെ പട്ടിയാണെങ്കിൽ ഈ ഒരു പുള്ളിക്കാരനെ കടിച്ചു. അങ്ങനെ വന്നപ്പോൾ ഗവൺമെന്റ് ആണെങ്കിൽ 12,917 യൂറോസാണ് ക്ലെയിം ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അത് ഓണർ തന്നെ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്ര സീരിയസ് ആണ് കേട്ടോ പട്ടി കടിക്കുന്ന കാര്യങ്ങളൊക്കെ. 12,917 യൂറോസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 12 lakhs മേളിൽ വരും. അതുപോലെ തന്നെ 2017 ഒരു പോസ്റ്റ്മാൻ ഒരു മെയിൽ ഡെലിവറി ചെയ്യാൻ വേണ്ടി വീട്ടിലോട്ട് പോയ സമയത്ത് അവിടുത്തെ പട്ടി പുള്ളിക്കാരനെ കടിച്ചു. അതിന്റെ ഫലമായിട്ട് ഗവൺമെന്റ് പുള്ളിക്കാരന് കൊടുത്ത ക്ലെയിമിന്റെ എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100,000 യൂറോസാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം 1 കോടി രൂപ. എന്താ അല്ലേ? എന്തായാലും പട്ടിയൊന്നും നമ്മളെ കടിച്ചില്ല, അവരവരുടെ വഴിക്ക് പോയി. അപ്പോഴേ നമ്മൾ വീണ്ടും നടന്നിട്ടിരിക്കുവാണ്. ഇത് ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെത്തും. കുറച്ചും കൂടി പോയാൽ മതി വീട്ടിലെത്താനായിട്ട്. ഞങ്ങൾ ആരെങ്കിലും അതുകൊണ്ട് പുറത്തു പോകുന്ന നേരത്ത് പട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തമാശക്ക് അവരോട് തന്നെ പറയും, ചുമ്മാ ഒന്ന് കടിച്ചിട്ടും പൊക്കോളാൻ. പക്ഷെ അത്ര പെട്ടെന്നൊന്നും ഇവിടുത്തെ പട്ടികളെ കടിക്കത്തില്ല കേട്ടോ. അവരൊക്കെ വെൽ ട്രെയിൻഡ് ആണ്. അതുപോലെ തന്നെ കുറച്ച് സമാധാനപ്രിയരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ പട്ടികളൊക്കെ. നമ്മളെ കണ്ട് കുറച്ചാൽ പോലും നമ്മൾ ഉപദ്രവിക്കത്തില്ല. ഇവിടെ പ്രായമായ അമ്മച്ചിമാർക്ക് എപ്പോഴും കൂട്ട് അവരുടെ പട്ടികളാണ്. അവരാണ് അവർക്ക് കാവലായിട്ട് എപ്പോഴും ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും കേട്ടോ പട്ടികളോട്. അപ്പൊ ഗൈസ് നമ്മള് നമ്മുടെ വീട്ടിലെത്താറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട്. ആൻഡ് ഫൈനലി നമ്മൾ നടന്ന് നമ്മുടെ വീട്ടിലെത്തി. കുറച്ചധികം ദൂരം നടന്നു കേട്ടോ. നടന്നു തുടങ്ങിയപ്പോൾ ഓർത്തില്ല ഇത്രയും ദൂരം നടക്കാൻ പറ്റുമെന്നുള്ളത്. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. നന്നായിട്ട് തന്നെ പോയി. മഴയൊന്നും പെയ്തില്ല. ദൈവത്തിന് എന്തായാലും ഒരുപാട് നന്ദി. ഞങ്ങളുടെ വീടും പരിസരവും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ. കുഞ്ഞുവാവയാണെങ്കിൽ ഉറങ്ങിപ്പോയി വന്നപ്പോൾ. ഈ കാണുന്ന ഗ്രാസ് ഒക്കെ നാശകോശമായി വിന്ററായപ്പോൾ ഇനി സമ്മർ വരുവാണ്. നമുക്ക് ഗാർഡനിങ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അടിപൊളിയായിരിക്കും കാണാൻ. അപ്പോൾ ഗൈസ് അത്ര ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽക്കൻ ബെല്ലൈക്കൻ ടപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് അന്നു സൈനിങ് ഓഫ്.